ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. കിച്ചിമോളും ഞാനും ഇന്ന് കണ്ടുമുട്ടാണ്. കുറച്ചധികം കാലം, ഏറെക്കുറെ ഒരു 130 ദിവസം കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് പോയതുകൊണ്ട് ഈ 130 ദിവസം ഞങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യം വലിയൊരു കാലാവധിയായിരുന്നു. പക്ഷേ ഇന്ന് അവൾ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ചാടിപ്പടഞ്ഞ് എണീറ്റു. എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ച് എൻ്റെ കുറച്ച് പട്ടിഷമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റിയാസിനെ ഞാൻ കാത്തിരിക്കുക, അവനാണ് എന്നെ കൊണ്ടുപോകുന്നത് എയർപോർട്ടിലോട്ട്. അങ്ങനെ കുറച്ചധികം നേരം പോസ്റ്റ് വന്നെങ്കിലും റിയാസ് എത്തി. ഞങ്ങൾ രണ്ടുപേരും കൂടി എസ്ഡേ പോയിട്ട് പെട്രോളൊക്കെ അടിച്ച് പതുക്കെ പോയി. നല്ല മഴക്കാറുണ്ടായിരുന്നു ഗൈസ്. അടുത്ത് കണ്ട കോപം സർവീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കയറി. ഒരു ഓറഞ്ച് ജ്യൂസ് മേടിച്ച് ഞാൻ കുടിച്ചു. പിന്നെ മക്ഡൊണാൾഡ്സിൽ നിന്ന് ഇവൾക്ക് കഴിക്കാനുള്ള ഫുഡും ഇവളെ ഒന്ന് വെൽക്കം ചെയ്യാനുള്ള ഒരു ചെറിയ ബൊക്കയും മേടിച്ച് ഞങ്ങൾ പതുക്കെ യാത്രയായി. അത്യാവശ്യം നല്ല മഴക്കാറുണ്ടായിരുന്നു ഗൈസ്. പോകുന്ന വഴിക്ക് ഞങ്ങളിതാ പ്ലെയിനൊക്കെ കണ്ടു, പ്ലെയിനൊക്കെ പറക്കുന്നുണ്ട്. അങ്ങനെ ലിഫ്റ്റിലോട്ട് കയറുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എൻട്രി ചെയ്യുന്നത് കണ്ടിട്ട് ഇവൾ എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു ഞാനിവിടെ ഇരിക്കുന്നുണ്ടെന്ന്. ബാക്കിൽ കൂടെ ചെന്ന് സർപ്രൈസ് ആക്കാനുള്ള എൻ്റെ പ്ലാൻ അങ്ങനെ പൊളിഞ്ഞു ഗൈസ്. പക്ഷേ ഞാനിത് കൊടുത്ത് ബൊക്കെയൊക്കെ കൊടുത്ത് പുള്ളിക്കാരിനെ വെൽക്കം ചെയ്തു. കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് തന്നെ ഞാൻ വാങ്ങിയ മക്ഡൊണാൾഡ്സും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് കൊടുത്തു. ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് എന്നോടൊരക്ഷരം മിണ്ടുന്നില്ല. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു ഫ്ലൈറ്റിൽ നിന്നൊന്നും കിട്ടിയില്ലേ? അപ്പോൾ പറഞ്ഞാൽ ഫ്ലൈറ്റിൽ നിന്ന് നല്ലോണം ഫുഡ് തട്ടി, എന്നാലും ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കുള്ള ഫുഡ് എന്ത് ചെയ്യുന്നു? അതൊക്കെ പെട്ടിയിലുണ്ടെന്നാണ് പറയുന്നത് ഗൈസ്. അപ്പോൾ നമുക്കതൊക്കെ നോക്കിയിരുന്ന് കാണാം. എനിവേ, താങ്ക് യു.